അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 8 ഹദീസുകൾ നമ്മൾ ഈ റമദാനിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസാണ് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ നമസ്കാരം പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിൻ്റെ സ്വഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സവ്വു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വഫുകൾ ശരിയാക്കുവിൻ. ഫഇന്ന തസ്വിയത്തി നിസ്ഫു മിൻ തമാം, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സ്വഫ് ശരിയാക്കലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അള്ളാഹുയും ഇബാദത്തെടുക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ നിർവഹിക്കുമ്പോൾ സ്വഫുകൾ ശരിയാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾക്കിടയിൽ വിടവുകൾ നികത്തി കാലുകളും തോളുകളും അടുപ്പിച്ച് നിന്ന് അങ്ങനെ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സ്വഫിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തീർച്ചയായും ഞങ്ങളിൽ ഓരോരുത്തരും തൻ്റെ തോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ തോളുമായിക്കൊണ്ട് കാൽപാദം അടുത്തുള്ള അയാളുടെ കാൽപാദവുമായിക്കൊണ്ട് ചേർത്തിരുന്നുള്ള തോള് തോളോട് കാലോട് ചേർത്തുകൊണ്ട് അവരെന്താക്കിയിരുന്നു, സ്വഫുകളെ നിന്നിരുന്നുള്ള. എന്നാൽ ഇന്ന് ചില ആളുകൾ എന്താണ്, വിറളി പിടിച്ച കഴുതകളെപ്പോലെ അതിൽ നിന്നെന്താണ് ഓടി അകലുകയാണ് എന്ന് അദ്ദേഹം അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നുഅ്മാൻ ഇബ്നു ബഷീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കു നേരെ തിരിഞ്ഞുകൊണ്ട് സ്വഫിനെക്കുറിച്ച് ഇപ്രകാരം പറയുമായിരുന്നുള്ളതാണ്. സ്വഫ് ശരിയാക്കാൻ വേണ്ടി പ്രവാചകൻ പ്രത്യേകം നിർദ്ദേശം നൽകുമെന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആ സ്വഫ് ക്ലിയർ ആക്കിയിട്ടില്ല എങ്കിൽ അവൻ്റെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭിന്നത ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്വഫ് ആദ്യം ശരിയാക്കുക, പിന്നീട് രണ്ടാമത്തെ സ്വഫ് ശരിയാക്കുക, അങ്ങനെ ഓരോരോ സ്വഫുകൾ നമ്മളെ നമസ്കാരത്തിൽ നമ്മൾ ക്ലിയർ ആക്കണം എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ അവിടെ ആ വിടവുണ്ടാകുന്നിടത്ത് പിശാച് കയറിക്കൂടുമെന്നൊക്കെ പ്രവാചകൻ്റെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ മലക്കുകൾ അവിടെ രക്ഷിതാവിൻ്റെ അരികിൽ അണിനിരന്നതുപോലെ നിങ്ങൾ അണിനിരക്കുന്നില്ലേ? ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്ങനെയാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിനിരക്കുന്നത്? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, ആദ്യ സ്വഫ് പൂർത്തീകരിച്ചു, പിന്നീട് അടുത്ത സ്വഫ് ഇങ്ങനെ വിടവുകളില്ലാതെ അവർ നിൽക്കുമെന്നുള്ളതാണ്. ഇതുപോലെ നമ്മളെ നമസ്കാരത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് സ്വഫ് നമ്മൾ തുടങ്ങുക അതിൻ്റെ മധ്യത്തിൽ നിന്നാണ്. ഒരാൾ ഒറ്റക്കാണ് നമസ്കരിക്കുന്നതെങ്കിൽ അടുത്തൊരാൾ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ഇമാമിൻ്റെ വലതുഭാഗത്താണ് ആദ്യം ചേരേണ്ടത്, പിന്നീട് ഇടതുഭാഗത്താണ് ചേരേണ്ടത്. വലതിനെ മുന്തിച്ചുകൊണ്ട് ഇടതും വലതുമായിക്കൊണ്ട് എന്താക്കണം, സ്വഫുകൾ നിന്നുകൊണ്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ സ്വഫുകളിൽ വിടവുണ്ടാകുന്നൊരവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. നമസ്കാരത്തിൻ്റെ പൂർത്തീകരണമെന്ന് പറയുന്നത് സ്വഫ് ശരിയാക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സ്വഫിൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.